എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരണം. ഐ.ടി. നടയിൽ നമ്മളെ വാർത്തയെ തുടർന്ന് എൻ്റെ വാർത്തയെ തുടർന്ന് ലൈറ്റ് കത്തി അണഞ്ഞു കിടന്ന ഒരു 10 ദിവസം വരെ അണഞ്ഞു കിടന്ന ലൈറ്റാണ് കത്തിയത്. ഇലക്ഷന് തലേദിവസം കത്തിച്ചു. നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. കൊടുത്ത് ഒന്നൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ലൈറ്റ് കത്തിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ വാർത്തയെ തുടർന്നാണ് ഈ ലൈറ്റ് കത്തിയത്. ഐ.ടി. ജംഗ്ഷനിലാണ് ലൈറ്റ് ഇരിക്കുന്നത്. ഇരുട്ടായി ഇവിടെ കിടന്ന് ഐ.ടി. വിദ്യാർത്ഥികൾ വരുന്നതാണ്. അത് രാവിലെ പഠിക്കുക, അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾ പോകുന്ന സ്ഥലം, ആശുപത്രിയുള്ള സ്ഥലം, ഈ ഭാഗത്തെല്ലാം ഈ ലൈറ്റാണ് പ്രകാശിക്കുന്നത്. ഐ.ടി. ബസ് കയറാൻ വന്നിരിക്കുന്നപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ബസ് കയറാൻ വന്നിരിക്കുന്ന ഐ.ടി. നടയിലാണെന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്ത നൽകിയ തുടർന്ന് ലൈറ്റ് കത്തിച്ചിരിക്കുന്നുണ്ട്. ഐ.ടി. നടയിലുള്ള MLA ഫണ്ടിലുള്ള ലൈറ്റാണ് അണഞ്ഞു കിടന്നത്. ഏകദേശം 20 ദിവസം വരെ അണഞ്ഞു കിടന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ ലൈറ്റാണ് ഇന്ന് ഇലക്ഷന് മുമ്പേ 2 ദിവസത്തിന് മുമ്പാണ് കത്തിച്ച് കഴിഞ്ഞതെന്ന് പറയാം. ഇപ്പം എപ്പോഴും ഇവിടെ നിന്ന് ബസ് കയറി പോകും, അല്ലെങ്കിൽ ഇവിടെ ഇരുട്ടായിരുന്നു, സാമൂഹ്യ വിരുദ്ധ ശല്യമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി നല്ല പ്രകാശമാണ് ഐ.ടി. നടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ വാർത്തയെ തുടർന്നാണ്, എൻ്റെ വാർത്തയെ തുടർന്നാണ് ഈ ലൈറ്റ് കത്തിച്ചത്. വലിയ പ്രശ്നങ്ങളൊക്കെ ആയെന്ന് തന്നെ പറയുന്നുണ്ട് ഈ ലൈറ്റ് കത്തിച്ചത്. ഇപ്പോൾ ആ ലൈറ്റിൻ്റെ ദൃശ്യങ്ങൾ ഇനി നമുക്ക് കാണിക്കാം. പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നുണ്ട്. നമ്മളെ വാർത്തയെ തുടർന്നാണ് ലൈറ്റ് കത്തിച്ചത്. ഐ.ടി. ഭാഗത്ത് റോട്ടിൽ ഇരുട്ടായി കിടന്ന സ്ഥലം ഇപ്പോൾ നല്ല വെളിച്ചമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ ലൈവാണ് പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന ആ ലൈറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. നല്ല ഇരുട്ടായി കിടന്ന സ്ഥലം ഇപ്പോൾ നല്ല വെളിച്ചമായിട്ടുണ്ട്. ഏകദേശം കുറേ ദൂരം വരെ ഈ ലൈറ്റ് ഉണ്ടുകൊണ്ട് പാതിരാത്രി ബസ് കയറാൻ ഇവിടെ നിൽക്കാമെന്ന് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ലൈറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ. MLA ഫണ്ടെന്നാണ് തോന്നുന്നു. ആ ലൈറ്റാണ് ഇപ്പോൾ കത്തിച്ച് 20 ദിവസം വരെ അണഞ്ഞു കിടന്ന് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. വാർത്ത കൊടുത്ത് 1.5 ആഴ്ച ഇപ്പോൾ തന്നെ ലൈറ്റ് കത്തിയിരിക്കണമെന്ന് തന്നെ പറയാം. നമ്മളെ വാർത്തയ്ക്ക് അപ്പോൾ എന്ത് മൂല്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 2000-3000 പേരുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ആൾക്കാർ കാണുന്നത് നമ്മൾ കൊടുക്കുന്ന വാർത്ത അത്ര മികച്ച് ഉണ്ടാവുന്ന, അപ്പോഴന്നെ ആശയം ഉണ്ടാവുന്ന, ട്രാൻസ്പോർട്ട് ബസ്സില്ലായിരുന്നു ആ വാർത്ത കൊടുത്തപ്പോൾ തന്നെ അപ്പോഴന്നെ ബസ്സും നൽകിയെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ ഒരുപാട് വാർത്ത നമ്മൾ ചെയ്യണമെന്ന് പ്രധാനം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. അപ്പോഴന്നെ ആശയം ഉണ്ടാവണമെന്ന് തന്നെ, എൻ്റെ വാർത്തയെ തുടർന്ന് ആശയം ഉണ്ടാവണമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ഐ.ടി. നടയിൽ നിന്നും ബാഹുലേൻ.